ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക എന്നൊരു സംഘടനയുണ്ട്. വടക്കേ അമേരിക്കയിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലുമുള്ള ചില മലയാളികളായ പത്രപ്രവർത്തകർ ചേർന്ന് നടത്തുന്നതാണ് ഈ സംഘടന. ഇവരുടെ 11ാം വാർഷികം ന്യൂജേഴ്സി സംസ്ഥാനത്തെ എഡിസൺ നഗരത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അവിടുത്തെ ഷെറാട്ടൺ ഹോട്ടലിലാണ് ഇവർ യോഗം ചേരുന്നത്. അപ്പോൾ അമേരിക്കയിലിരിക്കുന്ന മലയാളികൾ മാത്രം ചേർന്ന് ഒരു യോഗം നടത്തി കഴിഞ്ഞാൽ അത് അത്ര ശോഭിക്കുകയില്ല, അതിനത്ര ഗുമ്മുണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ട് കേരളത്തിൽ നിന്ന് ചില മാധ്യമപ്രവർത്തകരെ അവർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമ കുലപതി, മലയാള മനോരമയുടെ എല്ലാമായ ഇപ്പോൾ മനോരമ ചാനലിൻ്റെ പത്രാധിപനായിട്ട് പ്രവർത്തിക്കുന്ന ജോണി ലൂക്കോസാണ്. പിന്നെ മാതൃഭൂമി ചാനലിൽ നിന്ന് ഒരാളുണ്ട്, 24 ന്യൂസിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമുണ്ട്, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നമ്മുടെ സുജയ പാർവതിയുണ്ട്. അങ്ങനെ മറ്റ് പല പ്രതിഭകളുമുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല. ഇങ്ങനെ 7-8 പ്രതിഭകളെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വിപ്ലവ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തീപ്പന്തമായിരിക്കുന്ന സഖാവി NK പ്രേമേന്ദ്രനും പോയിട്ടുണ്ട്. പത്രപ്രവർത്തകർ മാത്രം പോരാ, പാർലമെൻറ്റേറിയന്മാരും വേണം എന്ന് തോന്നിയിട്ടുണ്ടാവും. VK ശ്രീകണ്ഠൻ്റെയും അതുപോലെ തന്നെ പ്രമോദ് നാരായണൻ്റെ MLA പടം പോസ്റ്ററിൽ കണ്ടു. അവരവിടെ ശരിക്കും പങ്കെടുക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ പരിപാടിക്ക് പ്രായോജകർ വേണമല്ലോ. പത്രപ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ച് 3 ദിവസം കലാപരിപാടി നടത്താൻ പറ്റുകയില്ല. അപ്പോൾ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഉദാരശീലനായ ഒരു കോടീശ്വരനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കച്ചവടം നടക്കുകയില്ല. അത് രൂപയിൽ ചിലവാക്കിയാൽ പോരാ, ഡോളറായിട്ട് ചിലവാക്കണം. അവർ കണ്ടുപിടിച്ച ഒരു പ്രായോജകൻ അഥവാ സ്പോൺസർ എന്ന് പറയുന്നത് മലയാളികൾ ഇതുവരെ മറക്കാൻ സാധ്യമില്ലാത്ത സാജൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മിനി സാജനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിൻ്റെ പ്രായോജകരായിട്ട് വന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് അത്ര സൂചിച്ചില്ല. കാരണം സാജൻ വർഗീസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു വിവാദ പുരുഷനായിരുന്നു. അദ്ദേഹം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ഉദാഹരണത്തിന് വന്നു കണ്ടു കീഴടക്കി, അല്ലെങ്കിൽ NH-47, അതുമല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ ആവനാഴി, ഇതൊക്കെ നിർമ്മിച്ച ആളാണ് നമ്മുടെ സാജൻ വർഗീസ്. അതിന് ആദ്യത്തെ സിനിമ NH-47 ആയിരുന്നു. സുകുമാരക്കുറുപ്പിൻ്റെ കഥയായിരുന്നു അതിൻ്റെ പ്രമേയം. അദ്ദേഹം ഈ സിനിമാ നിർമ്മാണം മാത്രമല്ല, അതുകൂടാതെ പണം പലിശയ്ക്ക് വാങ്ങുകയും പലിശയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനം, നമ്മുടെ നാട്ടിലെ ആളുകൾ ബ്ലേഡ് കമ്പനി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു സംരംഭകനായിരുന്നു ഇദ്ദേഹം. അന്ന് ഈ സംരംഭകൻ എന്ന വാക്കില്ലായിരുന്നു, സ്റ്റാർട്ടപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ വെറും ഒരു ബ്ലേഡുകാരനായിട്ടാണ് ആളുകൾ കണക്കാക്കിയത്. മാത്രമല്ല 1982 തൊട്ട് 87 വരെ ഉണ്ടായിരുന്ന കരുണാകരൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഒരു കന്നിമാസമോ അല്ലെങ്കിൽ കൊയ്ത്തുകാലമോ ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാപനം ഈ സാജൻ വർഗീസ് നടത്തിയിരുന്ന ഓറിയൻ്റൽ ഫിനാൻസ് കമ്പനിയാണ്. ഓറിയൻ്റൽ കൂടാതെ വേറെ ഉണ്ടായിരുന്നു ടോണി ചെന്നക്കോടൻ കമ്പനി, ഫിനാൻസ് ഇന്ത്യ, ലാബെല്ല ഫൈനാൻസിയേഴ്സ്. ഇങ്ങനെയുള്ള നമ്മൾക്കൊക്കെ പേര് ഓർമ്മയുള്ള സ്ഥാപനങ്ങളും പിന്നെ നമ്മളൊക്കെ പേര് മറന്നുപോയ അത്ര തന്നെ പ്രസക്തമല്ലാത്ത അത്ര തന്നെ പ്രസിദ്ധമല്ലാത്ത വേറെ ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ആളുകളിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സമാഹരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓറിയൻ്റൽ ഫിനാൻസ് ആയിരുന്നു. അവർ മാസാമാസം 15% പലിശ കൊടുത്തു. ഈ പണം നിക്ഷേപിച്ച മുഴുവനും ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർക്ക് പെൻഷനായിട്ട് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടിയ പൈസ, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എവിടെ ഇട്ടു? ഈ സാജൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ളവരുടെ പണമിടപാട് സ്ഥാപനങ്ങളിലിട്ടു. കൃത്യമായിട്ട് 1-ാം തീയതി പലിശ കിട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ 1-ാം തീയതി എന്ന് ഓർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ മണി ഓർഡറുമായിട്ട് പോസ്റ്റ് പോകാൻ വന്ന് ബെല്ലടിക്കുന്നതുകൊണ്ടാണ്. അത്ര കൃത്യമായിരുന്നു, അത്ര പ്രോംപ്റ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 87-ലെ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ എല്ലാം തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ നമ്മുടെ മാണി സാറായിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന് ഫിനാൻസ് മിനിസ്റ്റർ. അതുപോലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിയുടെ ഒരു അനുഗ്രഹ ആശംസയും ഇതിനകത്തുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഏതായാലും 87-ലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതുപോലുള്ള സ്ഥാപനങ്ങളിട്ട പൈസ പിൻവലിച്ചുകൊണ്ടാണ് എന്ന് കരുതപ്പെടുന്നു. അതല്ലെങ്കിൽ 87-ൽ നയനാരി ജയിച്ചുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. ഏതാ ശരിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കല്യാണ